വൈകുന്നേരം രഞ്ജു കഴുത എന്നത്തെയും പോലെ തന്റെ മുതലാളിയുടെ വീടിന് മുൻപിലിരുന്ന് തന്റെ വിധിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പഴയ മുതലാളി എനിക്ക് 3 നേരം തിന്നാൻ തരുമായിരുന്നു, കഠിനമായ പണിയും തരുമായിരുന്നു. എന്നാൽ ഈ പുതിയ മുതലാളി എനിക്ക് ഒന്നും തിന്നാൻ തരുന്നില്ല. ഭക്ഷണം 2 നേരമേ തരുന്നുള്ളൂ. ദിവസവും 10 മണിക്കൂർ എന്നെ കൊണ്ട് പണിയും എടുപ്പിക്കുന്നുണ്ട്. ദൈവമേ, ഈ നരകത്തിൽ നിന്നും എന്നെ കൊണ്ടുപോകണേ. പെട്ടെന്ന് അകത്തു നിന്നും ശബ്ദം വന്നു. ആ സാർ, സുഖമാണോ? മൊബൈലിൽ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. സാർ, നിങ്ങൾ വിഷമിക്കണ്ട. താങ്കൾ എനിക്ക് 10,000 രൂപയുടെ പണിക്ക് 15,000 രൂപ തന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച കൊണ്ട് തീർക്കേണ്ട പണി 3 ദിവസം കൊണ്ട് തന്നെ തീർത്തു തരാം. അയ്യോ, ഇയാളിത് എന്തൊക്കെയാ പറയുന്നത്? നന്നായി, നാളെ തന്നെ പൈസ ഇങ്ങ് അയച്ചോ. എന്നിട്ട് കണ്ടു, ഞാൻ ഒരു കഴുതയെ കൊണ്ട് 3 കഴുതയുടെ പണി ചെയ്യിപ്പിക്കാം. ഒരു ദിവസം 15 മണിക്കൂർ പണിയെടുപ്പിക്കാം. എന്റെ ദൈവമേ, 15 മണിക്കൂർ പണിയോ? ഇയാൾ പിന്നെയും പിന്നെയും എനിക്കിട്ട് പണിയുകയാണല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്കാ. നാളെ 6 മണിക്ക് പണിക്ക് ഞാൻ വരാം. രഞ്ജു, നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കേണ്ട സമയമായി. ഓടിക്കോടാ. രഞ്ജു കഴുത മുഴുവൻ ശക്തിയും എടുത്തു. അങ്ങനെ അവസാനം കയറും പൊട്ടി. പെട്ടെന്ന് വീടിന്റെ വാതിലും തുറന്നു. എന്നാൽ രഞ്ജു എങ്ങനെ ഓടിയെന്നാൽ ഓടിയപ്പോൾ അവൻ തിരിഞ്ഞുപോലും നോക്കിയില്ല. രാവിലെ ആയപ്പോഴേക്കും അവനൊരു കാട്ടിലെത്തി. കാലുക്കരടി തറയിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാ മൃഗങ്ങളും അവന്റെ ഇടതും വലതും നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കാലുക്കരടി ഒരു ഉപയോഗവുമില്ലാത്ത മൃഗമാ. ഓഹോ, അതെ രാമു ആനെ, ഇവൻ ആർക്കും ഒരു സഹായവും ചെയ്യില്ല, ആരോടും നന്നായിട്ട് പെരുമാറിയിട്ടുമില്ല. എനിക്കറിയില്ല ഇവൻ എത്ര തവണ എന്റെ കയ്യിൽ നിന്ന് മാംസം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവൻ കരടിയല്ല, ഭിക്ഷക്കാരനാണെന്ന്. ഇപ്പോഴും അവന് മാറ്റമൊന്നും വന്നിട്ടില്ല. ദൈവം ഇവന് സ്വർഗത്തിൽ ഇടം കൊടുക്കട്ടെ. ആമീൻ. ഇവരിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് നിന്നാൽ ഞാനിപ്പോൾ തന്നെ ചിരിച്ചു പോകും. ഞാൻ കൺട്രോൾ ചെയ്ത് കിടക്കുവാ ഇവിടെ. അപ്പോൾ രഞ്ജു കഴുതയെ ഒരു തേനീച്ച വന്നു കുത്തി. അയ്യോ! അവൻ വേഗം ആ പൂന്തോട്ടത്തിൽ നിന്നും പുറത്തേക്ക് ഓടി. അയ്യോ, ഈ കഴുത ഇത് എവിടെ നിന്നായി ഓടി വരുന്നത്? എല്ലാ മൃഗങ്ങളും അവൻ ഓടുന്നത് കണ്ട് അവിടെ നിന്നും പോയി. അപ്പോൾ കരടി അവൻ അടുത്തേക്ക് വരുന്നത് കണ്ട് അവനപ്പോൾ എഴുന്നേറ്റ് നിന്നു. ഓ, അടുത്തേക്ക് വരണ്ട, വന്നാൽ ഞാൻ ചത്തുപോകും. രഞ്ജു കഴുത വീണ്ടും അവന്റെ അടുത്തേക്ക് പോയി നിന്നു. കാലുക്കരടി, നീ ജീവനോടെ ഉണ്ടോ? ഇതിന്റെ അർത്ഥം നീ ഞങ്ങളെ മണ്ടന്മാരാക്കിയതാണല്ലേ? ഇല്ല ഇല്ല, അത് വെറും ഏപ്രിൽ ഫൂൾ ആയിരുന്നു. നീ കണ്ടോ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്? രാമുവാന കരടിയുടെ പിന്നാലെ ഓടി. ബാക്കി അവിടെ നിന്നവരെല്ലാം രഞ്ജു കഴുതയും നോക്കി. നിന്നെ ഈ കാട്ടിലെങ്ങും കണ്ടിട്ടില്ലല്ലോ, എവിടെ നിന്നാ നീ വരുന്നത്? രഞ്ജു കഴുത തന്റെ എല്ലാ കഥകളും അവരോട് പറഞ്ഞു. എല്ലാ മൃഗങ്ങളും അവനെ കാട്ടിൽ ജീവിക്കാനും അനുവദിച്ചു. മോണ്ടുകുരങ്ങൻ അവന്റെ നല്ല സുഹൃത്തായും മാറി. ഒരിക്കൽ അവർ നടന്ന് നടന്ന് കുറെ ദൂരം പോയി. അവിടെ ഒരു പെൺകഴുത പുല്ല് തിന്നുന്നത് അവർ കണ്ടു. അത് കണ്ടപ്പോൾ രഞ്ജു കഴുതയുടെ മനസ്സിൽ ലഡ്ഡുവും പൊട്ടി. കൊള്ളാമല്ലോ, നീ വളരെ നല്ലവനാണ്. നിന്റെ പേരെന്താ? എന്റെ പേര് മിൻകി എന്നാ. നിങ്ങളും നല്ല ഹാൻസമാ. നിങ്ങളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവർ നന്നായി സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ മിൻകി കഴുത പറഞ്ഞു, ശരി, ഞാൻ പോവുകയാ. നിങ്ങൾക്ക് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ അച്ഛനോട് കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാൻ വാ. ഞാൻ ഉറപ്പായും വന്നിരിക്കും സെനോറിറ്റ. ഇത് കേട്ട് പെൺകഴുത ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. സഹോദരാ, ഇവളുടെ അച്ഛനെ നിനക്ക് അറിയില്ല. അയാളൊരു 1-ാം നമ്പർ കഴുതയാ. ഇത്രയും പറഞ്ഞ് കുരങ്ങൻ പെട്ടെന്ന് നിന്നു. രഞ്ജു കഴുത തിരിഞ്ഞ് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. അടുത്ത ദിവസം രാവിലെ രഞ്ജു കഴുത മിങ്കിയുടെ വീട്ടിലേക്ക് പോയി. നമസ്കാരം അമ്മായിയച്ഛ. അമ്മായി അച്ഛനോ? ഏതാടാ നീ? ഞാൻ നിങ്ങളുടെ മരുമകനാക്കാൻ പോകുന്ന ആളാണ്. നീ എന്താ പറഞ്ഞേ? അതെ അച്ഛാ, ഞങ്ങൾ പരസ്പരം ഇഷ്ടത്തിലാണ്. മിണ്ടരുത്. നീ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഞാൻ വെറും ഒരു കഴുതയെ കൊണ്ട് എന്റെ മകളെ കെട്ടിക്കില്ല. അതെന്താ, നിങ്ങളുടെ മകളെ എന്താ സൽമാൻ ഖാനെ കൊണ്ട് കെട്ടിക്കാനാണോ പ്ലാൻ? നിങ്ങൾ മറന്നുപോയെന്ന് തോന്നുന്നു. നിങ്ങളും ഒരു കഴുതയാണ്, നിങ്ങളുടെ മകൾ ഒരു പെൺകഴുതയും. ആ, ഞാൻ അത് ശ്രദ്ധിച്ചില്ലല്ലോ.
അത് പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പ്രണയ വിവാഹമൊന്നും നടത്തി തരില്ല. അയ്യോ അച്ഛാ, നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്? മനുഷ്യനായിരുന്നെങ്കിൽ പറയാമായിരുന്നു എനിക്ക് സർക്കാർ ജോലി ഉണ്ടെന്ന്. പക്ഷെ ഞാനും കഴുതാ, നിങ്ങളും കഴുതാ. ഇതിലിപ്പോൾ ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഇത് കേട്ടപ്പോൾ കഴുതയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു. ഇവളുടെ അമ്മ പ്രകാശവതിയുടെയും എന്റെയും സ്വപ്നമാണ് ഞങ്ങളുടെ ഒറ്റ മകളുടെ കല്യാണം ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണണമെന്ന്. എന്നാൽ എന്നു മുതൽ അവൾ പോയോ അന്ന് ആ സ്വപ്നം തകർന്നു പോയി. ദൈവം അമ്മയുടെ ആത്മാവിന് ശാന്തി കൊടുക്കും അച്ഛാ. എടാ, അവൾ ചത്തിട്ടൊന്നുമില്ല. കുറച്ചു ദിവസം മുൻപേ അവളെ മണ്ടുവേട്ടക്കാരൻ വേട്ടയാടിക്കൊണ്ട് പോയതാ. അന്ന് മുതൽ അവൾ എവിടെയാണെന്ന് അറിയില്ല. മണ്ടുവേട്ടക്കാരനോ? ഇത് ആ വേട്ടക്കാരൻ തന്നെയല്ലേ എന്നെ കൊണ്ടുപോയി വ്യാപാരിക്ക് വിറ്റ അയാൾ? അപ്പോൾ എൻ്റെ അമ്മായിയമ്മയും അതേ വ്യാപാരിക്കായിരിക്കും വിറ്റത്. ഞാൻ അവിടെ പോയൊന്ന് നോക്കട്ടെ. അവൾ വരുന്നതിന് മുൻപ് ഞാൻ മിങ്കിയുടെ കല്യാണം നടത്തില്ല. അച്ഛാ, നിങ്ങൾ വിഷമിക്കാതെ ഇരിക്കൂ. ഞാൻ എൻ്റെ അമ്മായിയമ്മയെ ഉറപ്പായും വിളിച്ചുകൊണ്ട് വരും. നീ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഇപ്പൊ തന്നെ നിർത്തിയാലോ? രഞ്ജു കഴുത മോണ്ടുകുരങ്ങനെ തന്റെ ഒപ്പം കൂട്ടി വേഗം തന്റെ വ്യാപാരി മുതലാളിയുടെ അടുത്തേക്ക് പോയി. അവൻ പോയപ്പോൾ അവന്റെ സ്ഥാനത്ത് വേറെ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കുന്നു. എൻ്റെ പൊന്നമ്മായിയമ്മേ! അയ്യോ, നീ ആരാണ്? ഞാൻ നിങ്ങളുടെ മരുമകനാകാൻ പോകുന്ന ആളാ. നിങ്ങളെ മോചിപ്പിക്കാൻ വന്നതാ. രഞ്ജു കഴുത കണ്ടു. ആ കഴുതയുടെ കഴുത്തിൽ ചങ്ങലയിട്ടിരിക്കുന്നു. അതിലൊരു പൂട്ടും ഇട്ടിട്ടുണ്ട്. എൻ്റെ ദൈവമേ! ഞാൻ കയറഴിച്ചുകൊണ്ട് പോയതുകൊണ്ട് അതുകൊണ്ട് ഈ വ്യാപാരി ഇപ്പോൾ ചങ്ങലയിട്ട് കെട്ടാനൊക്കെ തുടങ്ങി. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് നന്നായി അറിയാം അയാൾ താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്ന്. ഞാൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യേ. വ്യാപാരി സുഖമായി കട്ടിലിൽ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അയാൾ ഒരു ശബ്ദം കേട്ടു. ഓരോടോ? അയാൾ നോക്കിയപ്പോൾ മോണ്ടുകുരങ്ങൻ അയാളുടെ ടേബിളിലിരുന്ന് പഴം കഴിക്കുന്നു. കള്ള കുരങ്ങാ, ഓടാ ഇവിടെ നിന്ന്. വ്യാപാരി വടിയെടുത്തപ്പോൾ മോണ്ടുകുരങ്ങൻ ആ മുറി വിട്ട് മറ്റൊരു മുറിയിലേക്ക് നടന്നുപോയി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. വ്യാപാരിയും കുരങ്ങന്റെ പിന്നാലെ മറ്റൊരു മുറിയിലേക്ക് പോയി. അപ്പോൾ രഞ്ജു കഴുതയും വ്യാപാരിയുടെ മുറിയിൽ കടന്നു കയറി. അവൻ പെട്ടെന്ന് തലയിണ മാറ്റിയപ്പോൾ അവിടെ അതാ താക്കോലിരിക്കുന്നു. കിട്ടിപ്പോയി. രഞ്ജു കഴുത താക്കോൽ വായിൽ കടിച്ച് അതുമായി പുറത്തേക്ക് വന്നു. അപ്പുറത്തെ മുറിയിൽ വ്യാപാരി അപ്പോഴും കുരങ്ങന്റെ അടുത്ത് അകപ്പെട്ടിരുന്നു. രഞ്ജു കഴുതയും പുറത്തുനിന്ന് വാതിൽ പൂട്ടി പൂട്ടുമിട്ടു. അതിനുശേഷം മോണ്ടുകുരങ്ങനും വേഗം ജനൽ വഴി പുറത്തേക്ക് വന്നു. തുറക്ക്, എന്നെ തുറന്നു വിട്. രണ്ടുപേരും കഴുതയുടെ അടുത്തേക്ക് വന്നു. രഞ്ജു കഴുതയും കുരങ്ങന് താക്കോൽ കൈമാറി. ഇതാ ആ പൂട്ട് വേഗം തുറക്ക്. കുരങ്ങൻ താക്കോലിട്ട് പൂട്ട് തുറന്നു. കഴുതയും ചങ്ങലയിൽ നിന്നും മോചിതയായി. അമ്മയമ്മേ വാ. വൈകുന്നേരത്തിനുള്ളിൽ രഞ്ജു കഴുതയും മോണ്ടുകുരങ്ങനും കഴുതയമ്മയും കാട്ടിൽ എത്തിച്ചേർന്നു. എന്റെ പ്രകാശവതി! തന്റെ ഭാര്യയെ കണ്ടപ്പോൾ കഴുത ഒരുപാട് സന്തോഷിച്ചു. ഇനിയെങ്കിലും എനിക്ക് നിങ്ങളെ അമ്മയച്ചാന്ന് വിളിക്കാമോ? അതെ അച്ഛാ, ഇപ്പോൾ എന്റെ കല്യാണം രഞ്ജുവുമായി നടത്തി തന്നൂടെ? ആഹാ, എന്തുകൊണ്ടില്ല എന്റെ മോളെ. ഈ കഴുത നിന്റെ ദിൽവാലെ ദുനിയ ലേ ജായേംഗേലെ ഷാറുഖ് ഖാനാണ്. നീ അവന്റെ കജോളും. ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ കൈയടിച്ചു. അന്നു തന്നെ രഞ്ജു കഴുതയുടെ കല്യാണം മിൻകി കഴുതയുമായി നടക്കുകയും ചെയ്തു. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. നമ്മൾ നമ്മളുടെ അടുത്തുള്ള മൃഗങ്ങളെ സ്നേഹത്തോടെ നോക്കണം. അവരുടെ മുകളിൽ ഒരുപാട് ജോലിഭാരം ചുമഴ്ത്തുകയും ചെയ്യരുത്.